ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ചെറിയ വീക്കെൻഡ് ഈവനിങ് വ്ലോഗാണ്. ചുമ്മാ വീട്ടിലിരുന്ന് മടുത്ത് പോകുന്നു. എന്തായാലും പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ കുറച്ച് ചെറിയ പർച്ചേസിങ് ഉണ്ട്. വീട്ടിലേക്ക് ഫുഡിനായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം. അപ്പോൾ എന്തായാലും ഇറങ്ങി. അപ്പോൾ നമുക്കിവിടെ അടുത്ത് കടകളൊന്നും അങ്ങനെ ഇല്ല. സാധനങ്ങളൊക്കെ മേടിക്കാൻ ഞാൻ നമ്മുടെ മാളിൽ തന്നെയാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും മാളിലേക്ക് അങ്ങനെ പോവാണ്. ഇപ്പോൾ ഇവിടെ സമയം 6 മണിയായിട്ടുള്ളൂ. പക്ഷെ നല്ലതായിട്ട് ഇരുട്ടായി. ഇപ്പോൾ വിൻ്റർ സ്റ്റാർട്ട് ചെയ്തേക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ രാത്രി ആവുന്നുണ്ട്. 6 മണിയാണെങ്കിലും ഒരു 8 മണി പോലെ ഒക്കെ ഉണ്ട് കാണുമ്പോൾ. ഇപ്പം നമ്മൾ ഇവിടെ നിന്ന് ഈ കാണുന്നത് മാളിൻ്റെ ബാക്ക് സൈഡാണ്. ഞാൻ ബാക്ക് സൈഡിലായിട്ടാണ് ഞാൻ സ്റ്റേ ചെയ്യുന്നത്. ഇപ്പോൾ വിൻ്ററായിട്ട് ഒത്തിരി ആക്ടിവിറ്റീസൊക്കെ മാളിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണുന്നതാണ് ഇപ്പോൾ പുതിയതായിട്ട് മാളിൽ സ്റ്റാർട്ട് ചെയ്ത ബൗൺസിങ് കാസ്റ്റിലാണ്. വീക്കെൻഡിലൊക്കെ ഇവിടെ നിന്ന് അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും. പിന്നെ കൂടാതെ ഒത്തിരി ആക്ടിവിറ്റീസ്, ഒത്തിരി കുഞ്ഞു കുഞ്ഞു ഷോപ്സ് ഒക്കെ, ഓപ്പൺ ഷോപ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വീഡിയോയിലൊരു പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. അതൊക്കെ ഇവിടെ പ്ലേ ചെയ്തേക്കുന്നതാണ്. ഒത്തിരി കുട്ടികളും പാരൻസൊക്കെ ആയിട്ട് വന്നിവിടെ റെസ്റ്റ് എടുക്കുന്ന, ഈവനിങ് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. നല്ല അടിപൊളിയാണ്. ഞാൻ പിന്നെ അധികം നേരം അവിടെ നിന്നില്ല. കുട്ടികളായിട്ട് അല്ലെങ്കിൽ ഫാമിലി ആയിട്ടൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് സ്പെൻഡ് ചെയ്യാം. ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് എനിക്ക് അത്രയും അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് എന്തായാലും ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വേഗം വീട്ടിൽ പോകണം. അപ്പോൾ എന്തായാലും കടയിലേക്ക് പോവാണ്. അങ്ങനെ മാളിൻ്റെ അകത്തേക്ക് കയറി. അപ്പോഴാണ് എന്തൊക്കെയോ സൗണ്ട്, പാട്ടും ഡ്രംസിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ 4th ഫ്ലോറിൽ എന്തോ ആക്ടിവിറ്റിയൊക്കെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും വന്ന സ്ഥിതിക്ക് അതും കൂടി എന്താണെന്നൊന്ന് കാണാമല്ലോ എന്ന് ഓർത്തിട്ട് 4th ഫ്ലോറിലേക്ക് പോവാണ്. മാളിലെപ്പോഴും കുട്ടികളൊക്കെ കൂടുതലുണ്ടാകുന്ന ഏരിയ 4th ഫ്ലോറിൽ തന്നെയാണ്. അവിടെയാണ് ഫുഡ് കോർട്ടും കുട്ടികളുടെ പ്ലേ കളിക്കാൻ പറ്റിയ എല്ലാ ഐറ്റംസൊക്കെ ഉള്ളത് 4th ഫ്ലോറിലാണ്. അപ്പോൾ ഇതായിരുന്നു സംഭവം. അങ്ങനെ കുറച്ച് നേരം അതൊക്കെ കണ്ട് അവിടെ നിന്നു. പിന്നെ നേരെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഇനി 4th ഫ്ലോറിൽ വന്ന സ്ഥിതിക്ക് മക്ഡൊണാൾഡ്സിൽ കയറി ഒരു ഐസ്ക്രീമും കൂടി കഴിച്ചിട്ട് പോകാമെന്ന് ഓർത്തു. അങ്ങനെ മക്ഡൊണാൾഡ്സിലേക്ക് പോവാണ്. ഇവിടെ ഏറ്റവും അഫോർഡബിളായിട്ട് കിട്ടുന്ന ഐസ്ക്രീം മക്ഡൊണാൾഡ്സിലാണുള്ളത്. 2 ദിർഹംസാണ് കോൺ ഐസ്ക്രീമിന് വരുന്നത്. അങ്ങനെ നമ്മുടെ ഐസ്ക്രീം ഇവിടെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ ഫുഡ് കോർട്ട് ഏരിയയിൽ വന്നിട്ട് ഇങ്ങനെ കുറേ നേരം ചുമ്മാ ഇരിക്കാനൊക്കെ നല്ല രസമാണ്. കുറേ കുട്ടികളെയും കുറേ ആൾക്കാരെയൊക്കെ കണ്ട് നമുക്കിങ്ങനെ ഇരിക്കാം. അങ്ങനെ ഐസ്ക്രീം കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. ഇനി നേരെ ഞാൻ പോകുന്നത് മാക്സിലേക്കാണ്. അപ്പോൾ വിൻ്റർ സ്റ്റാർട്ട് ചെയ്തേക്കുന്നതുകൊണ്ട് വിൻ്ററിന് യൂസ് ചെയ്യാൻ പറ്റിയ ഡ്രസ്സൊക്കെ എനിക്ക് കുറവാണ്. അപ്പോൾ എന്തായാലും 2 ടീഷർട്ട് എടുക്കണം. അപ്പം അതിനായിട്ട് പോവാണ്. അങ്ങനെ നമ്മൾ മാക്സിൽ എത്തിയിട്ടുണ്ട്. 2 ഡ്രസ്സ് നോക്കാനാണെങ്കിൽ ഒരു 100 എണ്ണം നോക്കിയാലാണ് എനിക്ക് 2 ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ എല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. ഞാൻ മാക്സിൽ വന്നാൽ ഏറ്റവും ആദ്യം തന്നെ ഓടി വരുന്നൊരു സെക്ഷനാണ് ഇത്, ലാസ്റ്റ് ഓഫ് ബെസ്റ്റ്. അപ്പോൾ ഇവിടെ വരുന്നത് ഇപ്പോൾ നമ്മുടെ സൈസസൊക്കെ ലാസ്റ്റ് ഒരു പീസൊക്കെ ആയിട്ട് വരുന്ന ഡ്രസ്സുകൾ അവരെല്ലാം കൂടി ഇതുപോലെ ഒരു സെക്ഷനിലേക്ക് ഇടും.
അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ നമുക്ക് നോക്കിയെടുക്കാം. അപ്പോൾ അങ്ങനെ ഞാൻ മാക്സിൽ നിന്ന് ഇറങ്ങിയിട്ടോ 2 സ്വെറ്റ് ടീ-ഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു മെറൂൺ കളറും ഒരു വൈറ്റ് കളറുമാണ് ഞാൻ എടുത്തത്. അവിടുന്ന് നേരെ ഇറങ്ങിയിട്ട് കാരിഫോറിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഇനി ഇവിടെ നിന്ന് കുറച്ച് ഫ്രൂട്ട്സ് മേടിക്കണം. നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും വെജിറ്റബിൾസും ചിക്കനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിക്കണം. അപ്പോൾ ഇത് മേടിക്കുന്നതിൻ്റെ ഇടയിൽ കൂടി വീഡിയോ എടുക്കാൻ എനിക്ക് എത്രത്തോളം പറ്റുമെന്ന് അറിയില്ല, കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്തായാലും ഞാൻ പറ്റുന്ന പോലെയൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. ഫ്രൂട്ട്സിൻ്റെ ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ എല്ലാ ടൈപ്പ് ഫ്രൂട്ട്സും നമുക്ക് കിട്ടും. ആപ്പിളിൻ്റെ തന്നെ കുറേ വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഏത് എടുക്കുമെന്ന് തന്നെ എനിക്ക് കൺഫ്യൂഷനായി. ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്. കൂടുതലായിട്ട് ഞാൻ ആപ്പിളും ഓറഞ്ചും പഴം ഒക്കെയാണ് മേടിക്കാറ്. അങ്ങനെ ഫ്രൂട്ട്സ് കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വെജിറ്റബിൾസിൻ്റെ സെക്ഷനിലേക്കാണ് വന്നത്. വെജിറ്റബിൾസൊക്കെ ഞാൻ എപ്പോഴും എടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടാവുന്ന തരത്തിലുള്ളതൊക്കെയാണ് എടുക്കുന്നത്. മഷ്റൂം മേടിക്കുന്നുണ്ട്. പിന്നെ സാലഡിനുള്ള കുക്കുംബറോ ക്യാരറ്റോ അങ്ങനെയൊക്കെ മേടിക്കുന്നുണ്ട്. ഞാൻ ഒരുപാട് ഐറ്റംസ് അങ്ങനെ മേടിച്ച് വെക്കാറില്ല. ഒരു 2-3 ദിവസത്തേക്കുള്ളതാണ് മേടിക്കുന്നത്. പിന്നെ നമുക്കിവിടെ ഷോപ്പ് ഉള്ളതുകൊണ്ട് ആവശ്യത്തിനുള്ളത് വന്ന് ഞാൻ മേടിക്കാറാണ് ചെയ്യുന്നത്. അങ്ങനെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പോൾ തന്നെ സമയം 8:30 ആയിട്ടുണ്ട്. ഇനി ഇതൊക്കെ വീട്ടിൽ കൊണ്ടുപോയി ഫുഡ് കുക്ക് ചെയ്തിട്ട് കഴിച്ചിട്ട് വേണം കിടക്കാൻ. അപ്പോൾ എന്തായാലും ഇനി ഒട്ടും സമയം കളയാണ്ട് വേഗം തന്നെ വീട്ടിലേക്ക് പോവാണ്. ഇവിടെ ഇപ്പോഴും കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വേഗം പോവാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. ഇനിയും ഇതുപോലെ UAE വിശേഷങ്ങളായിട്ടൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റാ.